ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ബൈ കൺസിഡറിങ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. രണ്ടാമത് വെക്റ്റർ റെപ്രസെൻറ്റേഷൻസ് ആയിരുന്നു. ഇനി 3 ലെറ്റസ് കൺസിഡർ എന്താണ്? 3 ഞാൻ എക്സാമ്പിൾ തരാൻ പോണത്. ഇഫ് യു ആർ കൺസിഡറിങ് ദ ഓർബിറ്റൽ, ഓർബിറ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ജനറേറ്റ് ദ മെട്രിക്സ് ജനറേറ്റ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പോയിന്റ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോണത് ലെറ്റസ് കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് വാട്ട് 1,3-butadiene ആണ്. സോ കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് 1,3-butadiene. ഓക്കെ, 1,3-butadiene ഇറ്റ്സ് എ പ്ലാനാർ മോളിക്യൂൾ. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള മോളിക്യൂളാണ്. പെരിസൈക്ലിക് റിയാക്ഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് 4 എന്താണ് നമ്മൾ പൈ ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യും. ഏതാ? Ψ1, Ψ2, Ψ3, Ψ4 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് Ψ1 മാത്രമാണ് കേട്ടോ. സോ വിച്ച് ഇസ് എ പ്ലാനാർ മോളിക്യൂൾ. ദിസ് മോളിക്യൂൾ ബിലോങ്സ് ടു, അഗെയിൻ ഇറ്റ്സ് ബിലോങ്സ് ടു C2V പോയിന്റ് ഗ്രൂപ്പ്. അപ്പം ഞാനിവിടെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന C2V പോയിന്റ് ഗ്രൂപ്പാണ്. അതൊരു സിമ്പിൾ മോളിക്യൂള്, നമുക്കറിയാവുന്ന ഒരു മോളിക്യൂള്, പിന്നെ ഈസിയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കിത് ഓരോന്നും ഹയർ മോളിക്യൂൾസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. So, what are the various symmetry elements present in C2V point group? E, C2Z, sigma XZ and sigma YZ. ഓക്കെ, നമുക്കറിയാം എന്താണ് ഇതിന്റെ പ്രത്യേകത. ഇത് 1,3-butadiene എന്ന് പറഞ്ഞ മോളിക്യൂൾ എന്താ? CH2. 1,3-butadiene എന്ന് പറഞ്ഞ മോളിക്യൂൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തെന്ന്. So here we have CH2 double bond. This is the molecule CH2 double bond CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് 1,3-butadiene എന്ന് പറയുന്ന മോളിക്യൂൾ. ഇതിലെന്താണ്? ഓരോ കാർബണിലും എന്തുണ്ട്? വി ഹാവ് എ p ഓർബിറ്റൽസ്. ഇത് തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ വി കൺസിഡർ ദാറ്റ് ലെറ്റ് us Ψ1, Ψ2, Ψ3 and Ψ4 be the original configuration of p orbital. Ψ' Ψ2 Ψ3 Ψ4. അപ്പോൾ ഇവിടെ Ψ1 Ψ2 Ψ3 Ψ4 എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ p ഓർബിറ്റൽസ് ആണ്. ദേ റെപ്രസെന്റ് വാട്ട്? p ഓർബിറ്റൽ. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവിടെ Ψ1, Ψ2, Ψ3 Ψ4 എന്ന് പറയുന്നത് എന്ത് ഓർബിറ്റലുകളാണ്? p ഓർബിറ്റലാണ്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ. ഇതൊരു പ്ലാനാർ മോളിക്യൂൾ ആണ്, പെർപെൻഡിക്കുലർ ഇതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ മെട്രിക്സ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ആ മെട്രിക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിസ് ആണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഏത് ഓർബിറ്റല്? p ഓർബിറ്റലുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ 1,3-butadieneലുള്ള 4 p ഓർബിറ്റലുകളെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ജനറേറ്റ് ചെയ്യണത്? മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ബേസിസുകൾ ഏതൊക്കെയാണ്? p ഓർബിറ്റലുകളാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് എന്താണ്? ഒരു C2V പോയിന്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ സിമെട്രി എലമെന്റ് ഉണ്ട്? E ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ XZ ഉണ്ട്, സിഗ്മ YZ ഉണ്ട്. ഇവിടെ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 4 ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പോണ മെട്രിക്സിലും എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കണം? 4 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? 1 0 0. ദിസ് ഇസ് ഫോർ ഐഡന്റിറ്റി ഓപ്പറേഷൻ. 0 1 0 0 0 0 1 0 0 0 0 1. ഇതെങ്ങനെയാ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി റെപ്രസെന്റ് ചെയ്ത്, അതായത് മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 4x4 മെട്രിക്സ് ആണ് വിത്ത് ദിസ് പാറ്റേൺ. ദെൻ അടുത്ത സിമെട്രി ഓപ്പറേഷൻ ഏതാണ്? ഒബ്വിയസ്ലി അടുത്ത സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് C2 ഓപ്പറേഷൻ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് C2 ഓപ്പറേഷൻ ആണ്. അപ്പൊ C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലേ? 2 ഡയമെൻഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ മോളിക്യൂളും ഓർബിറ്റിലും ഒരേ പ്ലെയിനിൽ കിടക്കണ പോലെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? നമുക്ക് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ്? മോളിക്യൂള്, അതായത് കാർബൺ ഈ ബോണ്ടുകളൊക്കെ എന്താണ്? ഒരു പ്ലെയിനിലാണ്. പക്ഷേ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ആര് കിടക്കുന്നത്? ഈ ഓർബിറ്റില്. ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ച്വലി എന്ത് നിൽക്കുന്നത്? ഈ p ഓർബിറ്റലുകൾ നിൽക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ നിവർന്നല്ല നിൽക്കുന്നത്, ഇതിങ്ങനെ ഒരു ചെരിഞ്ഞ് കെടുക്കുക ചെയ്യണത്. ആക്ച്വലി ഇങ്ങനെ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ ചെരിഞ്ഞ് കെടുക്കുകയാണ് ചെയ്യണം. അപ്പൊ അങ്ങനെ വേണം നിങ്ങളിത് ഇമാജിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ C2 ഓപ്പറേഷൻ നടത്താന്ന് വിചാരിക്കുക. എല്ലാം എന്താണ്? ഇതിന്റെ സെന്ററിൽ പിടിച്ച് C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ ഓർബിറ്റലുകൾ റൊട്ടേറ്റ് ചെയ്യണതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് Ψ1 Ψ4ന്റെ പ്ലേസിൽ വരും, Ψ2 Ψ3യുടെ പ്ലേസിൽ വരും, Ψ4 Ψ1ന്റെ അവിടെ വരും, Ψ3 Ψ2ന്റെ അവിടെ വരും.
അങ്ങനെ പൊസിഷൻ മാത്രമാണോ ചേഞ്ച് ചെയ്യുക? അല്ല, ഇതിന്റെ ലോബ്സ് തന്നെ തിരിഞ്ഞു പോകും. അതായത് പ്ലസ് എന്നുള്ളിടത്ത് മൈനസ് വരും, മൈനസ് എന്നുള്ളിടത്ത് പ്ലസ് വരും. അപ്പൊ നമുക്ക് എങ്ങനെ C2, അതായത് ആഫ്റ്റർ C2 ഓപ്പറേഷൻ ഹൗ വി ക്യാൻ റെപ്രസെന്റ് ദ ഹൗ വി ക്യാൻ റെപ്രസെന്റ് വാട്ട് മെട്രിക്സ് കണ്ടോ? അതായത് C1ന്റെ പ്ലേസിൽ ആര് വന്നു? ഇപ്പൊ നമ്മള് സപ്പോസ് ഇതിനെ എന്തെന്ന് വിളിക്കാം? Ψ1, Ψ2, Ψ3, Ψ4 എന്ന് വിളിക്കുകയാണെങ്കിൽ Ψ1 എവിടേക്ക് എത്തി? Ψ4ലെത്തി. പക്ഷെ എന്ത് സംഭവിച്ചു? അതിന്റെ ലോബ്സ് മാറിപ്പോയി. Ψ2 എവിടെ വന്നു? Ψ3ൽ വന്നു. എഗെയിൻ ലോബ്സ് മാറി. Ψ3 Ψ2ൽ വന്നു, ലോബ്സ് മാറി. അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണേ? പൊസിഷൻ തന്നെ മാറി. 1 ഉണ്ടായിരുന്നത് 4ലോട്ട് എത്തി. മാത്രല്ല അതിന് ലോബ്സ് മാറി. അപ്പൊ എന്താണ്? 0 0 0 -1 0 0 -1 0 0 -1 0 0 -1 0 0 0. ഓക്കെ, ദെൻ അപ്പൊ അതാണ് എന്താ? സോ വാട്ട് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ C2Z? ഇഫ് യു ആർ കൺസിഡറിങ് ദ ഓർബിറ്റൽ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ സിഗ്മ XZ പ്ലെയിനെ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചേക്കാം. സിഗ്മ XZ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിഗ്മ XZ ആണ് മോളിക്കുലാർ പ്ലെയിൻ. മോളിക്കുലാർ പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് മോളിക്യൂളിന്റെ SH ആണ് കിടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർബിറ്റില് മോളിക്യൂളിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മൾ മോളിക്യൂളിൽ കൂടെയാണ് നമ്മൾ മിറർ വെക്കേണ്ടത്. അപ്പൊ മിറർ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓർബിറ്റലിന്റെ ലോബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പക്ഷെ എന്ത് സംഭവിക്കില്ല? പൊസിഷൻ മാറില്ല. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ മെട്രിക്സ് കണ്ടോ? -1 0 0 0 0 -1 0 0 0 -1 0 0 0 -1. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്പറേഷനാണ് സിഗ്മ YZ. സിഗ്മ YZ പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്, അതായത് സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന പ്ലെയിൻ ആണ്. അപ്പൊ എന്താ? പൊസിഷൻ മാത്രമേ മാറുള്ളൂ, ലോബ്സ് മാറില്ല. അപ്പൊ 1 4ന്റെ പ്ലേസിലെത്തി കണ്ട. അപ്പൊ 1 ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? 2 3യുടെ പ്ലേസിലെത്തി, 3 2ന്റെ പ്ലേസിലെത്തി, 4 1ന്റെ പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ അവിടെ എന്താ? ലോബ്സ് ചേഞ്ച് ചെയ്യണില്ല. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് സൈൻ മാറുന്നില്ല. ഓക്കെ, സോ YZ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഹിയർ വി ഹാവ് +1 +1 +1. ഓക്കെ, സോ അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് 4 മെട്രിക്സുകൾ കിട്ടി. ഇനി അതിന്റെ എന്താ ക്യാരക്ടർ റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? അതിന്റെ മെട്രിക്സുകളുടെ സം എടുക്കുക. സം എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ? ഫോർ ഐഡന്റിറ്റി മെട്രിക്സ് ഇറ്റ് ഈസ് 4, C2Z it is 0, sigma XZ it is -4 and sigma YZ it is equal to 0. So this is the character representation of the of 1,3-butadiene if we are considering the orbitals as the basis for matrix representation. So the character corresponding to the identity element, this is very important, character corresponding to the identity element in any representation indicate the dimension of that representation. അതായത് ഇപ്പൊ നമുക്ക് ക്യാരക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നേക്കാണ്. അതായത് ഇപ്പൊ C2V പോയിന്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണുള്ളത്? E ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ XZ ഉണ്ട്, സിഗ്മ YZ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ക്യാരക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ് തന്നേക്കാണത് ഇതാണ്. അതായത് 3 തന്നിട്ട് 3 -1 1 1 ഇങ്ങനെയാണ് തന്നേക്കണേ. സോ വാട്ട് ഈസ് ദ മെട്രിക്സ് യൂസ്ഡ് ടു ജനറേറ്റ് ദിസ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐഡന്റിറ്റി ഓപ്പറേഷന്റെ ക്യാരക്ടർ നോക്കിയാൽ മതി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോക്കി അറിയാം, ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ജനറേറ്റിംഗ് എ 3x3 മെട്രിക്സ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ബോണ്ട് വെച്ചിട്ടുള്ള മെട്രിക്സുകൾ കാണിച്ചു തന്നു. അവിടെ നമുക്ക് കിട്ടിയത് 2 0 0 2 ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ക്യാരക്ടർ നോക്കുക. അത് എങ്ങനത്തെ മെട്രിക്സ് ആയിരുന്നു? അപ്പോൾ 2x2 മെട്രിക്സ് ആയിരുന്നു. ഓക്കെ, ഇനി വേറൊരു C2V പോയിന്റ് ഗ്രൂപ്പാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഏത്? 1,3-butadiene. അവിടെ കിട്ടിയത് ഏതൊക്കെയാ? 4 0 -4 0 എന്നാണ്. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താ? 4x4 മെട്രിക്സ് ആണ്. സോ ദ ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഡന്റിറ്റി എലമെന്റ് ഇൻ എനി റെപ്രസെന്റേഷൻ ഇൻഡിക്കേറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഐദർ ബൈ യൂസിങ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓർ ബൈ യൂസിങ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ. അപ്പോൾ മെട്രിക്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ഐദർ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്? ഐദർ വി ക്യാൻ യൂസ്
Cartesian coordinate, vectors, chemical bond or orbitals. Then ഇപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂളിന് ഒരു 3x3 മെട്രിക്സ് ജനറേറ്റ് ചെയ്തു. അതെങ്ങനെയാണ്? ദ മോളിക്യൂൾ ആസ് സച്ച് പ്രസന്റ് ഇൻ എ പ്ലെയിൻ വിച്ച് ഇസ് ഹാവിംഗ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ ആൻഡ് സെഡ്. ഇനി നമുക്ക് വേറൊരു തരത്തിലും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മെട്രിക്സ് ജനറേറ്റ് ചെയ്യാം. അതായത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഫോർ ടോട്ടൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ. അതായത് ടോട്ടൽ മൂവ്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ ദ വാട്ടർ മോളിക്യൂൾ ഇൻവോൾവ് 3 vectors as each atom is associated with 1 vector. There are 9 components. അതായത് ഓരോ ആറ്റത്തിനും നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യാണ്. മറ്റേത് ദ മോളിക്യൂൾ ആസ് എ ഹോൾ വി കൺസിഡർ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒറ്റ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്തോളൂ. ഇവിടെ ഇപ്പോൾ വാട്ടർ മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. ഓരോ ആറ്റത്തിനും 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട്. അപ്പോൾ എത്ര കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യണത്? 9. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഉണ്ടാക്കാൻ പോണ മെട്രിക്സിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കും? വി ഹാവ് എ 9x9 മെട്രിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കണം. അതായത് ഓരോ ആറ്റത്തിനും നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് കാർട്ടീഷ്യൻ, അതായത് x1 y1 z1, x2 y2 z2, x3 y3 z3. സോ ആസ് യു നോ എന്താണ്, ആസ് യു നോ വി ഹാവ് ദ സിമെട്രി എലമെന്റ് ഇ c2 സിഗ്മ എക്സ് സെഡ് സിഗ്മ വൈ സെഡ്. നമ്മൾ ഓപ്പറേഷൻസ് നടത്തിയിട്ട് എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തി. എന്താണ്? x1ന്റെ സ്ഥലത്ത് y1, അതായത് വി ആർ ഡൂയിങ് നത്തിങ് എന്നാണ് പറയുന്നത് ഐഡന്റിറ്റി ഓപ്പറേഷൻ. അപ്പോൾ ഒറിജിനൽ പൊസിഷൻസ് എല്ലാം കീപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ റോയും കോളം മനസ്സിലായിട്ട് കോളത്തിൻ്റെ മുകളിൽ നിന്ന് എഴുതിയാൽ മതി. x1 y1 z1. ഇതാണെങ്കിൽ x2 y2 z2, ദെൻ x3 y3 z3. ഇതാണ് പൊസിഷൻ. അതുപോലെ തന്നെ ഇങ്ങോട്ടും x1 y1 z1, ഇവിടെ x2 y2 z2. ഇതിലാണ് x3 y3 z3യുടെ പൊസിഷൻ വരുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തി. അപ്പോൾ അത് അതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. x1 അതേ പൊസിഷനിൽ, x2 അതേ പൊസിഷനിൽ, y2 അതേ പൊസിഷൻ. സോ ഇവിടെ കിട്ടുന്ന മെട്രിക്സ് എന്താ? ഒരു 9x9 മെട്രിക്സ് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ക്യാരക്ടർ? 9. ഇനി നമ്മൾ C2 ഓപ്പറേഷൻ നടത്താണ്. C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് മോളിക്യൂളിൽ നോക്കാം എന്തൊക്കെ നടക്കും. അതായത് x1 എവിടെ വരും? x3യുടെ അവിടെ വരും. y1 y3യുടെ അവിടെ വരും. z1 z3യുടെ അവിടെ വരും. x2 എന്താണ്? അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇനി പൊസിഷൻ മാറും. ഇനി സെഡ് ആക്സിസിന് എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. C2 ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ മെട്രിക്സ് എങ്ങനെയാണ് എഴുതിയത്? അതായത് എലോങ് ദ സെഡ് ആക്സിസ് ആണ് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എക്സും വൈയും മാറും. ഇപ്പോൾ -1 0 0 0 -1 0 0 0 1 ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇവിടെ പൊസിഷൻ മാറി, കോർഡിനേറ്റ്സിന് എന്താ മാറ്റം വരണേ നോക്കാം. അപ്പോൾ ഇഫ് യു ആർ ഡൂയിങ് C2 ഓപ്പറേഷൻ എന്താ സംഭവിക്കുക? x1 കം ടു ദ സൈഡ് ഓഫ് x3 മൈനസ്, then y1 come to the side of y3 with minus, z1 come to the side of z3 without changing the changing the position, because z കോർഡിനേറ്റിലാണ് നമ്മൾ റൊട്ടേഷൻ നടത്തണത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മെട്രിക്സ് എഴുതാൻ? കണ്ടോ, x1 എവിടെ എത്തി? x3യുടെ പൊസിഷനിലെത്തി വിത്ത് ചേഞ്ച് ഓഫ് സൈൻ. y1 come to the side of y3 with change of sign. z1 come to the side of z3 without change the sign. ഇനി x2 എവിടെ തന്നെയാണ്? x2 അവിടെ തന്നെ, പക്ഷെ എന്ത് മാറും? സൈൻ മാറും. -1 y2 -1, ദെൻ z2ന് പൊസിഷനും മാറില്ല, സൈനും മാറില്ല. ദെൻ അതുപോലെ തന്നെ x3 y3 എവിടെ വന്നു? x3 x1ന്റെ പൊസിഷനിൽ വന്നു വിത്ത് ചേഞ്ച് ഓഫ് സൈൻ -1, ദെൻ -1 -1. ദെൻ ഇതിന്റെ ഡയഗണൽ എലമെന്റുകളുടെ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇതൊന്ന് ക്യാൻസൽ ആവും. സോ വാട്ട് ഇസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് മെട്രിക്സ്? ഇറ്റ് ഈസ് ഈക്വൽ ടു -1. സോ ഇൻ ദ സെയിം വേ വി ക്യാൻ ഡു സിഗ്മ എക്സ് സെഡ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ് സിഗ്മ എക്സ് സെഡ് ആണ് ഇവിടെ മോളിക്കുലാർ പ്ലെയിൻ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം സിഗ്മ എക്സ് സെഡ്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? സിഗ്മ എക്സ് സെഡിന്റെ നോർമൽ ആയിട്ടുള്ള മെട്രിക്സ് എന്താണ്? എക്സും സെഡും മാറില്ല. അപ്പോൾ 1 0 0, y മാത്രമേ മാറുള്ളൂ. അപ്പോൾ 0 -1 0 0 0 1. ഇനി മോളിക്കുലാർ പ്ലെയിൻ ആണ്.
മോളിക്കുലാർ പ്ലെയിൻ ആണ്. അപ്പൊ എന്ത് വേണം, മോളിക്കുലാർ പ്ലെയിനിലാവും എന്താണ് സിഗ്മ എക്സ് സെഡ് ഇവിടെ മോളിക്കുലാർ പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നിലും പൊസിഷൻ മാറില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ വൈ സെഡ്, അതായത് മോളിക്കുലാർ പ്ലെയിൻ എന്ന് പറയുന്നത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അതായത് ഇതാണ് നമ്മുടെ മോളിക്കുലാർ പ്ലെയിൻ. അപ്പൊ ഇവിടെ എന്താ, പൊസിഷൻ ഒന്നും മാറില്ല. ആ സ്ഥാനത്ത് സിഗ്മ വൈ സെഡിനെയാണ് ഇവിടുത്തെ എന്ത് പ്ലെയിൻ ആയിട്ട് കാണുന്നത്, വിച്ച് ഇസ് നോട്ട് പെർപെൻഡിക്കുലർ, വിച്ച് ഇൻക്ലൂഡ് ദ, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സിഗ്മ വൈ സെഡ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ സിഗ്മ എക്സ് സെഡ് ആണ് മോളിക്കുലർ പ്ലെയിൻ. ഇതിനു മുമ്പ് നമ്മൾ സിഗ്മ വൈ സെഡ് ആണ് മോളിക്കുലർ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മെട്രിക്സ് എഴുതാം. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് സെഡ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, H1 H2ന്റെ പ്ലേസിലോട്ട് വരും, H2 H1ന്റെ പ്ലേസിലോട്ട് വരും. പിന്നെ അപ്പൊ അതിനനുസരിച്ച് കാർട്ടീഷ്യൻ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യും. നമുക്ക് എങ്ങനെ എഴുതാം, മെട്രിക്സ് നമുക്ക് ഇതുപോലെ എഴുതാം. ദെൻ അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതൊന്ന് ക്യാൻസൽ ആവും. സോ ദ ക്യാരക്ടർ ഈസ് 1. ഓക്കെ, സോ ഇവിടെ എന്താ, വാട്ട് ഈസ് ദ ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഫോർ ഇ ഇറ്റ് ഈസ് 9, C2 Z it is -1, സിഗ്മ എക്സ് Z it is 3, സിഗ്മ വൈ Z it is 1. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദിസ് റെപ്രസെന്റേഷൻ, 9. എന്താണ്, എന്തുകൊണ്ടാണ്, ദ ന്യൂമറിക്കൽ നമ്പർ വിച്ച് ഗീവ്സ് ദ ഐഡന്റിറ്റി ഓപ്പറേഷൻ ഇസ് ദ ഡയമെൻഷൻ ഓഫ് ദ റെപ്രസെന്റേഷൻ. ദെൻ സിമ്പിൾ മെത്തേഡ് ടു ഡയറക്ട്ലി, അപ്പൊ നമുക്കിത് ഓരോന്നും ഇത്രയും വലിയ മെട്രിക്സ് ഒക്കെ എഴുതി നോക്കി ക്യാരക്ടർ റെപ്രസെന്റേഷൻ എഴുതാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതൊരു സിമ്പിൾ മോളിക്യൂൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പൊ 2 മെത്തേഡ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് നമുക്ക് കുറേം കൂടി എളുപ്പമായിട്ടുള്ളത് കേട്ടോ. അപ്പം ഫസ്റ്റ് മെത്തേഡ് നിർബന്ധമില്ല. സെക്കൻഡ് മെത്തേഡാണ് നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതായത് നമുക്ക് എങ്ങനെ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത്. സോ ഓക്കെ, സോ എങ്ങനെയാന്ന് നോക്കാം. The character corresponding to any symmetry operation R in a representation is given by this equation. So you have to study the equation. Number of atoms that do not shift when a symmetry operation is performed. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മോളിക്യൂൾ എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസ് തന്നെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഡു നോട്ട് ഷിഫ്റ്റ് വെൻ എ സിമെട്രി ഓപ്പറേഷൻ ഇസ് പെർഫോംഡ്. അതായത് ഒരു സിമെട്രി ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ എത്ര ആറ്റം അതിൽ ചേഞ്ച് ചെയ്യാതെ നിൽക്കും, ഇൻറ്റു ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു ദ സിമെട്രി ഓപ്പറേഷൻ ഇൻ എ ജനറൽ മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ 3x3 മെട്രിക്സിൽ അതിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസ് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് വേണം, ക്യാരക്ടർ ഓഫ് ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഡു നോട്ട് ഷിഫ്റ്റ്. ഇപ്പൊ വാട്ടർ മോളിക്യൂൾ OH. അപ്പൊ ഇതിൽ എത്ര ആറ്റം ഉണ്ട്, ഐഡന്റിറ്റി ഓപ്പറേഷൻ ഡു നത്തിങ്. സോ ദ നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഡു നോട്ട് ഷിഫ്റ്റ് വെൻ സിമെട്രി ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് എത്ര, 3 ഇൻറ്റു വാട്ട് ഇസ് ദ ക്യാരക്ടർ ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ് 3. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 9. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത് 9. ഓക്കെ, ദെൻ C2Z നമ്മൾ എവിടെയാണ് ഓപ്പറേഷൻ നടത്തുന്നത്, ഇതിലാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. സോ ദ നമ്പർ ഓഫ് ആറ്റം അൺഷിഫ്റ്റഡ്, ഇതിന് യാതൊരു മാറ്റം വരുന്നില്ല, 1. ബാക്കി രണ്ടുപേരും ചേഞ്ച് ചെയ്യും. ദെൻ വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് C2Z മെട്രിക്സ്, ഇറ്റ് ഈസ് 1. It is -1. So we have 1 into -1, -1. And that is the same result we obtain here. അതായത് നമ്മളൊരു 9 into 9 മെട്രിക്സ് എഴുതിയിട്ടാണ് ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിയത്. അത്രയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ഈ റിസൾട്ടിലോട്ട് എത്താം. എങ്ങനെ, നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഡു നോട്ട് ഷിഫ്റ്റ് വെൻ എ സിമെട്രി ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ഇൻറ്റു ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു ദ സിമെട്രി ഓപ്പറേഷൻ ഓഫ് 3x3 മെട്രിക്സ്. ദെൻ സിഗ്മ എക്സ് സെഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇവിടെ മോളിക്കുലാർ പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, 3 ആറ്റവും ഷിഫ്റ്റ് ചെയ്യണില്ല. അപ്പൊ 3 ഇൻറ്റു വാട്ട് ഇസ് ദ ക്യാരക്ടർ ഓഫ് സിഗ്മ എക്സ് സെഡ്. സിഗ്മ എക്സ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ, എക്സും സെഡും ചേഞ്ച് ചെയ്യണില്ല. 1 0 0 1 സോറി 0 -1 0 0 0 1. ഇത് ക്യാൻസൽ ചെയ്താൽ വാട്ട് ഇസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് 1 ആണ്. അപ്പൊ 3 ഇൻറ്റു 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ദെൻ സിഗ്മ വൈ സെഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, സെൻട്രിക്കോടെയാണ് മിറർ പ്ലെയിൻ കടന്നു പോകുന്നത്. അപ്പോൾ 1 into 1 it is equal to 1. So this is the simple way we can find out the character representation of a
പോയിന്റ് ഗ്രൂപ്പ്. ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പോയിന്റ് ഗ്രൂപ്പ്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് മെട്രിക്സ് തന്നെ ജനറേറ്റ് ചെയ്തിട്ട് മെട്രിക്സ് നമ്മൾ കാണിക്കുക വേണം. പക്ഷെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെട്രിക്സസ് ഓർ ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു സിമെട്രി ഓപ്പറേഷൻ ദാറ്റ് റെപ്രസെന്റ് ഓൾ ദ സിമെട്രി എലിമെന്റ്സ് ഓഫ് എ പോയിന്റ് ഗ്രൂപ്പ് ആൻഡ് വിച്ച് ഒബേ ഓൾ ദ മാത്തമാറ്റിക്കൽ റൂൾസ് ടു ഫോം എ ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇത് എന്ത് ചെയ്തിരിക്കണം, ഒബേ ചെയ്തിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നടത്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ C2V പോയിന്റ് ഗ്രൂപ്പിൻ്റെ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കാണിച്ചല്ലോ. സിമ്പിൾ മെട്രിക്സ് നടക്കാം കേട്ടോ. C2V പോയിന്റ് ഗ്രൂപ്പ്. C2V പോയിന്റ് ഗ്രൂപ്പിൽ ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് ഉള്ളത്? ഇ, സിഗ്മ, C2, സിഗ്മ എക്സ് സെഡ്, സിഗ്മ വൈ സെഡ്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടത്. ഇതാണ് അതിന്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഇതെന്തും ഒബേ ചെയ്യണമെന്നാ പറഞ്ഞത്? നമ്മുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഇ, C2, സിഗ്മ എക്സ് സെഡ്, സിഗ്മ വൈ സെഡ്. ദെൻ ഇവിടെ നമ്മൾ ഇ, C2, സിഗ്മ എക്സ് സെഡ്, സിഗ്മ വൈ സെഡ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണു. ഇ, C2, സിഗ്മ എക്സ് സെഡ്, സിഗ്മ വൈ സെഡ്. ദെൻ ഇ ഇൻറ്റു ഇവിടെ നമുക്ക് സിഗ്മ എക്സ് സെഡ്, സിഗ്മ വൈ സെഡ്. ദെൻ C2, സിഗ്മ എക്സ് സെഡും കൂടി ചെയ്താൽ സിഗ്മ വൈ സെഡ്. C2 സിഗ്മ വൈ സെഡും കൂടി ചെയ്താൽ സിഗ്മ എക്സ് സെഡ്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. സപ്പോസ് ഇഫ് വി ആർ മൾട്ടിപ്ലൈങ് C2 സിഗ്മ എക്സ് സെഡ്, എന്ത് കിട്ടണം നമുക്ക്? സിഗ്മ വൈ സെഡ് കിട്ടണം. അപ്പോൾ ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ C2 സിഗ്മ എക്സ് സെഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? ഇത് റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് -1 0 0, then 0 -1 -1 എന്ന് പറയുമ്പോൾ +1 0 0 0 പോയിട്ട് 0 0 1 × 1 എന്ന് പറയുമ്പോൾ 1. ഇതെന്താണ്? -1 1 1 and which is equal to what? സിഗ്മ വൈ സെഡ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? both are equal, sigma y z. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓൾസോ follows group multiplication table of that particular point group. So we can represent a point group either by matrix representation or by character representation. Then what we are doing to generate the matrix are known as what? Basis of that particular representation. And we can generate the character representation by a simple method. And what is that particular equation? We multiply the number of atoms unshifted during the symmetry operation into what is the character of general 3×3 matrix. And what are the types of representation? അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മെട്രിക്സ് റെപ്രസെൻറ്റേഷനും രണ്ട് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും. ഇനി അതിനെ തന്നെ നമുക്ക് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വി ഹാവ് റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് പറഞ്ഞു തരാനായിട്ട് എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ C2V പോയിന്റ് ഗ്രൂപ്പ് എടുത്തു അല്ലേ? C2Vയിൽ ഏതൊക്കെയുണ്ട്? ഇ ഉണ്ട്, C2 സെഡ് ഉണ്ട്, സിഗ്മ എക്സ് സെഡ് ഉണ്ട്, സിഗ്മ വൈ സെഡ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്താണ്? വി ഹാവ് 1 0 0 0 1 0 0 0 1. So this is for identity operation. Then for C2 set, what is that? -1 0 0 0 -1 0 0 0 1. Okay. Then for sigma x z, what is that? X z change ചെയ്യില്ല. We have 1 0 0 0 -1 0 0 0 1. Then sigma y z എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയും സെഡും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യും. -1 0 0 0 1 0 0 0 1. That is for sigma yz. So this is the metric representation for C2V point group. Okay. ഇനി ഈ ഓരോ റെപ്രസെൻറ്റേഷനും ഇപ്പം നിങ്ങൾക്കറിയാം ഇതെന്താണ്? ഇതിലെ ഫസ്റ്റ് ലൈൻ എന്ത് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരുന്നത്? ഏത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ടാണ്? എക്സ് വെച്ചിട്ടാണ് അല്ലേ? ദിസ് ഇസ് ദ പൊസിഷൻ ഓഫ് എക്സ്. ദാറ്റ് മീൻ ദീസ്
numericals represent the operation along the x-axis. Okay, then ഇതെന്താണ് രണ്ടാമത്തെ എന്താണ് operation along the y-axis ആണ് y, and last one this is the operation along the z-axis അല്ലേ, z-axis ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് എന്താ ടോ എന്ന് എഴുതി വെച്ചേക്കാണ്. ഇനി എനിക്ക് വേണ്ടത് എന്താണ് വാട്ട് ഹാപ്പൻ when this operation doing along the x-axis. അപ്പൊ ഞാൻ ഇതിന് എക്സിനെ മാത്രം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാണ് ടോ. അപ്പൊ അതിന് ഞാൻ ടോ എക്സ് എന്ന് കൊടുക്കാണ്. സോ എന്താണ് ഹൗ വി ക്യാൻ റെപ്രസെന്റ് 1, ദാറ്റ് മീൻ ഐഡന്റിറ്റി ഓപ്പറേഷൻ ദർ ഇസ് 1. Then corresponding to C2 we have -1, along sigma xz we have 1, and along sigma yz it is 1. Okay, then ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഇനി വാട്ട് ഹാപ്പൻസ് അലോങ് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ എന്താണ് വൈ ആക്സിസിൽ എന്നുള്ളത് ടോ വൈ. ഓക്കെ, അപ്പോൾ ഇത് റെപ്രസെൻറ്റേഷൻ ആണ്. വാട്ട് നമ്മളൊരു സിമെട്രി ഓപ്പറേഷൻ നടത്തുമ്പോൾ വൈ ആക്സിസിൽ എന്ത് സംഭവിക്കണം, എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 1 -1 -1 1. ദെൻ അലോങ് ദ സെഡ് ആക്സിസ് എന്താ സംഭവിക്കണേ 1 1 1 1. Okay, so this is what I obtained when I am taking the operation separately along x-axis, y-axis and z-axis, and this is another representation. പിന്നെ ഇതിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കണ്ടോ, അപ്പൊ ഈ റെപ്രസെന്റേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറൊരു റെപ്രസെന്റേഷൻ ആക്കി എഴുതാനായിട്ട് പറ്റി. സോ ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ, അതായത് ഇതുപോലെയുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ. എന്താ വിളിക്കുക, റെഡ്യൂസബിൾ representation എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പൊ എന്താണ് റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ? എ റെപ്രസെന്റേഷൻ ഓഫ് ലാർജർ ഡയമെൻഷൻ വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ടു ദ റെപ്രസെന്റേഷൻ ഓഫ് ലോവർ ഡയമെൻഷൻ ഈസ് കോൾഡ് റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ. അല്ലെ, ഇവിടെ എന്താ സംഭവിച്ചത്, ഇതെല്ലാം ഒരു 3x3 മെട്രിക്സ് ആയിരുന്നു. അതിനെ ഞാൻ എന്താക്കി മാറ്റി 1x1 മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റെപ്രസെന്റേഷൻ വിളിക്കുന്ന പേരാണ് ഇത് റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ. എ റെപ്രസെന്റേഷൻ ഓഫ് ലാർജർ ഡയമെൻഷൻ വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു റെപ്രസെന്റേഷൻ ഓഫ് ലോവർ ഡയമെൻഷൻ ഈസ് കോൾഡ് വാട്ട്, റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ. അപ്പൊ എന്താണ് ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ? അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇറെഡ്യൂസബിൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇനി ഇതിനെ നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് നമുക്ക് വേറൊരു റെപ്രസെന്റേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. So a representation which cannot be further reduced to representation of lower dimension is called what, irreducible representation. Okay, അപ്പോൾ ഇതാണ് എന്ത്, റെഡ്യൂസബിൾ റെപ്രസെന്റേഷനും ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷനും. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ ആൻഡ് ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ. ദെൻ എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസബിൾ റെപ്രസെന്റേഷനെ ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷനാക്കി മാറ്റാനായിട്ട് പറ്റുക? ഞാനിപ്പോൾ അത് അവിടെ അങ്ങനെ സിമ്പിളായിട്ട് എടുത്ത് എഴുതിയെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ആക്ച്വലി ഡൺ ബൈ ബ്ലോക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. നിങ്ങൾ മെട്രിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ അലോങ് ദ എക്സ് ആൻഡ് എന്താണ് ഡയഗണൽ ഐ എം മേക്ക് ഇറ്റ് ഇൻ എ ബ്ലോക്ക്, എന്താണ് ബ്ലോക്ക് ഫാക്ടറൈസേഷൻ നടത്തിയിട്ടാണ് ഞാൻ ഇതിനെ മാറ്റിയത് കേട്ടോ. ബ്ലോക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയും. ഇങ്ങനെയാണ് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ ആക്ച്വലി നമുക്ക് റെഡ്യൂസബിൾ റെപ്രസെന്റേഷനെ ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷനെ എങ്ങനെയാക്കി മാറ്റാം? ദാറ്റ് ബൈ മീൻസ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ബ്ലോക്ക് ഫാക്ടറൈസേഷൻ. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. അതായത് പി ഇൻവേഴ്സ് എ പി ഈസ് ഈക്വൽ ടു എ ഡാഷ്. അവിടെ എ എന്ന് പറയുന്നതും എനെ വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു എ ഡാഷ് ബൈ യൂസിങ് ദ എലമെന്റ് പി ആൻഡ് പി ഇൻവേഴ്സ്. ഇവിടെ മെട്രിക്സ് ആണ്. അപ്പോൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്താണ്, നമ്മളപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് കറസ്പോണ്ടിങ് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് എലമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന്റെ തിയറി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയഗണൽ മെട്രിക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഫാക്ടറൈസേഷൻ നടത്താം. ബ്ലോക്ക് ഫാക്ടറൈസേഷൻ നടത്തിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എന്താണ് ഇറെഡ്യൂസബിൾ റെപ്രസെന്റേഷൻ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ബ്ലോക്ക് ഫാക്ടറൈസേഷൻ ആണ്
a mathematical method to reduce a representation of higher dimension to one having a lower dimension. ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫാക്ടറൈസേഷൻ ആണ്. മറ്റേത് നമ്മളൊരു സിമിലാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കണം, ദെൻ അത് വെച്ചിട്ട് ആ മെട്രിക്സ് വെച്ച് നമ്മളത് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എലമെൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു തിയററ്റിക്കലി കുറച്ച് എന്താ പറയുക ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് വാട്ട് ബ്ലോക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ബ്ലോക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇതൊരു 9x9 മെട്രിക്സ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് ഈസി ആയിട്ട് ബ്ലോക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിവിടെ തന്നെ ബ്ലോക്ക് ഫാക്ടറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ബ്ലോക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ തിയറി കാര്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നില്ല. റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ C2V പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഇത് പറഞ്ഞു തന്നത്. റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ഐദർ ബൈ മീൻസ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓർ ബൈ മീൻസ് ഓഫ് ബ്ലോക്ക് ഫാക്ടറൈസേഷൻ. എനിവേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൺവേർട്ട് ദ റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ ഇൻ ടു ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കിട്ടി. ഇപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടി. ഇപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തന്നു C2V പോയിന്റ് ഗ്രൂപ്പിൻ്റെ റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ കണ്ടു, ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ കണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ TO1, TOX, TOY, TOZ എന്ന് ഞാൻ കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി എല്ലാതും നമുക്ക് ഈ ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് വേണം, ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്താ, അവർക്ക് പേര് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് പിന്നെ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്താ, നെയിമിംഗ് ആണ്, പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷന് പേര് കൊടുക്കാനൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്, നൊട്ടേഷൻ ഫോർ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. Okay, so we are going to give the notation. So irreducible representations are denoted by the Greek letters tau. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചേക്കണത്. ദെൻ ടോന് നമ്മൾ എന്താണ്, ഈ സിംബൽസിനെ ദീസ് സിംബൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ബെത്തെ ആണ്. പക്ഷെ നമുക്കിതിനെ എല്ലാതും ടോ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലേറ്റർ ഈ ബെത്തേക്ക് ശേഷം പിന്നീട് ആരാണ്, മുള്ളിക്കൻ ഫൈൻഡ് ഔട്ട് ദ സിംബൽസ് ഓർ പോയിന്റ് ഔട്ട് അല്ലെങ്കിൽ പ്രപ്പോസ് ദ സിംബൽസ് ഫോർ റെപ്രസെൻറ്റിങ് ദ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റെപ്രസെൻറ്റിങ് ദ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ്. അപ്പം അതിനൊരു 6 റൂളുണ്ട്. 6 റൂൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെയാണ് റൂൾ നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, all one-dimensional representations are denoted. So one-dimensional representations are denoted by the letter A or B. Okay, A അല്ലെങ്കിൽ B വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, denoted by the letter A or B. Then two-dimensional representations are denoted by the letter E and three-dimensional representations are denoted by the letter T. Okay, then one-dimensional representation which is symmetric with respect to proper rotation about the principal axis is denoted by A. അപ്പം ഞാൻ പറഞ്ഞ വൺ ഡയമെൻഷണൽ ഇതാണോ, നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വൺ ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് A അല്ലെങ്കിൽ B എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി അവിടെ സപ്പോസ് ഞാൻ ഇവിടെ ഇതൊന്ന് മാറ്റി എഴുതാണ്, അതായത് ഇത് വീണ്ടും നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ദിസ് റോ റെപ്രസെൻറ്റ് E, this row represents C2, this row represents sigma xz and this row represents sigma yz. Okay, അപ്പോൾ ഈ C2 sigma xz sigma yz. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ റെപ്രസെൻറ്റേഷനും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, A അല്ലെങ്കിൽ B കൊടുക്കാം. കാരണം എന്താ, എല്ലാതും 1 1 1 1 എന്നാണ് കൊടുത്തേക്കണേ. ഇനി എപ്പോഴാണ് 2 എന്ന് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരുമ്പോഴാണ് കേട്ടോ. E കൊടുക്കുക നമ്മൾ 2 വരുമ്പോഴാണ്. അതുപോലെ 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ T കൊടുക്കും. അത് അങ്ങനെ വരണ അപൂർവം കേസുകളുണ്ട്. നമ്മൾ എക്സാമ്പിളുകൾ പഠിക്കുമ്പോൾ കുറേ കൂടി മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാം വൺ ഡയമെൻഷനിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് A ഓർ B കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന് ആർക്ക് A കൊടുക്കും, ആർക്ക് B കൊടുക്കും, അതറിയാനാണ് ഇത് നോക്കേണ്ടത്. നമ്മൾ C2-ല് നോക്കുക. അതായത് ഇഫ് ദ ക്യാരക്ടർ ഈസ് സിമെട്രിക് എന്ന് വെച്ചാൽ +1, ദെൻ നമുക്ക് എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, A എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഇഫ് ദ ക്യാരക്ടർ ഈസ് ആൻറ്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2 എന്ന് വെച്ചാൽ മൈനസ് സൈൻ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം,
ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. കണ്ടോ? അപ്പൊ ഇവിടെ ഈ വന്ന ടോ എക്സ് ടോ വൈ ടോ സെഡിൽ ടോ സെഡ് മാത്രമാണ് എന്ത് എ, ടോ വൈയും ടോയും എക്സും എന്താണ് ബി ആണ്. കാരണം ബിക്കോസ് ദേ ആർ ആന്റിസിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു C2. അപ്പൊ എഗെയിൻ പ്രശ്നമായി, നമുക്ക് വീണ്ടും 2 ബി വന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? സോ വി ആർ യൂസിങ് എ സബ്സ്ക്രിപ്റ്റ് 1 ഈസ് അറ്റാച്ച്ഡ് ടു എ ഓർ ബി to denote an irreducible representation which is symmetric with respect to C2 axis perpendicular to Cn, or if such a C2 axis is lacking with respect to sigma v. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സിഗ്മ വി കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാനിവിടെ സിഗ്മ എക്സ് സെഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ, ഈ സിഗ്മ വൈ സെഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം സിഗ്മ എക്സ് സെഡിൽ എന്താ ഞാൻ പറഞ്ഞത്, സിമെട്രിക് ആണെങ്കിൽ, അതായത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 എന്നുള്ള സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം, മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എന്നുള്ള സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അപ്പം ഇത്രയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അതായത് ഇപ്പൊ എന്താ പറയാ, നമുക്കൊരു ക്യാരക്ടർ ടേബിൾ നിങ്ങൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. C2യുടെ ക്യാരക്ടർ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1 A2 B1 B2. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എല്ലാ റെപ്രസെന്റേഷനും എയും ബി ആണ്. അതിന്റെ അർത്ഥം എന്താ, ഓൾ ആർ 1 ഡയമെൻഷനൽ. ദെൻ സബ്സ്ക്രിപ്റ്റിൽ 1 കണ്ടു കഴിഞ്ഞാൽ എന്താ അർത്ഥം, വിത്ത് റെസ്പെക്ട് ടു സിഗ്മ വി പ്ലെയിൻ ഇറ്റ് ഈസ് സിമെട്രിക്. ആൻഡ് 2 എന്ന് കണ്ട എന്താ അർത്ഥം, വിത്ത് റെസ്പെക്ട് ടു സിഗ്മ വി പ്ലെയിൻ ഇറ്റ് ഈസ് ആന്റിസിമെട്രിക്. ഇനി എയോ ബി ആണെങ്കിൽ എന്താ അർത്ഥം, എ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് സിമെട്രിക്, ബി ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് ആന്റി സിമെട്രിക്. ഓക്കെ. ഇനി സപ്പോസ് ഇവിടെ ഒരു സെൻട്രോ സിമെട്രി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് സിമെട്രി എലമെന്റ് എന്ന് പറയുന്നത് ഐ ആണെന്ന് വിചാരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ഐ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഐക്ക് എന്താ പറയാ, ഐ എന്ന് പറയുന്ന ഒരു സിമെട്രി എലമെന്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു പോയിന്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഫോർ ഐ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ഇതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഐ നമുക്ക് +1 വാല്യൂ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ -1 വാല്യൂ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ജി എന്നും ഇതിനെ എ യു എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് എന്താ പറയാ, നമുക്ക് മുള്ളിക്കൻ റെപ്രസെന്റേഷൻ അനുസരിച്ചിട്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഏതെങ്കിലും ഒരു പോയിന്റ് ഗ്രൂപ്പ്, സപ്പോസ് ഒരു എന്താ പറയാ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഗ്രൂപ്പ് കേട്ടോ, യാതൊരു ബന്ധവുമില്ലേ. ദെൻ വി ഹാവ് ഇ ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ എച്ച് ഉണ്ട്, ഐ ഉണ്ട്. ദെൻ 1 1 1 1 1 -1 1 -1 1 1 -1 1 1 1 -1 1 ഇങ്ങനെയാണ് കൊടുത്തിരിക്കണേന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലെങ്ങനെ നമുക്ക് ഇതിന്റെ ഇത് കണ്ടുപിടിക്കാം? അപ്പൊ ഇതിലെല്ലാം നോക്കാം. അപ്പൊ ഇതിലെന്താ, എല്ലാം സിമെട്രിക് ആണ്. ഈവൻ വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് സിമെട്രിക്, സോ ഇറ്റ് ഈസ് വാട്ട് എ. ഓക്കെ. ദെൻ വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് ആന്റിസിമെട്രിക്, സോ ഇറ്റ് ഈസ് വാട്ട് ബി. അല്ലേ, ഇവിടെ കണ്ടോ. ദെൻ വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് സിമെട്രിക്, സോ ഇറ്റ് ഈസ് എ. വിത്ത് റെസ്പെക്ട് ടു C2 ഇറ്റ് ഈസ് 1, സോ ഇറ്റ് ഈസ് അഗെയിൻ എ എന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇനി നമ്മൾ നോക്കാൻ പോണത് ഐയിലോട്ടാണ്. ഐയിലോട്ട് നോക്കുമ്പോൾ ഇത് -1 ആക്കാം. അപ്പൊ ഇത് ബി ആയിട്ടോ, ബി. ദെൻ ഇതും ഞാൻ -1 കൊടുക്കാം. ദെൻ ഐ വിത്ത് റെസ്പെക്ട് ടു ഐ. ഇപ്പൊ നമുക്ക് 2 എയും കിട്ടി 2 ബിയും കിട്ടി. ഇനി ഇവരെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിനാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഐ ആണ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടത് +1 ആണ്, അപ്പൊ ഇറ്റ് ഈസ് ജി. ദെൻ ബിക്ക് യു. ദെൻ ഹിയർ വി ഹാവ് എ ജി ആൻഡ് ഇറ്റ് ഈസ് വാട്ട് ബി യു. ഓക്കെ. ദെൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇങ്ങനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഐ നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ ജി, ആന്റി സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ യു. ഇനി കൂടുതൽ എക്സാമ്പിളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആയിരിക്കും. ദ ന്യൂമറിക്കൽ സബ്സ്ക്രിപ്റ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ഇ ആൻഡ് ടീസ് ആർ ഓൾസോ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് റൂൾ. ഓക്കെ. ദെൻ സോ ദിസ് ഇസ് ദ നോർമൽ റൂൾ. ഇത് കൂടാതെ പ്രൈംസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് സിഗ്മ എച്ച് പ്ലെയിനോട് കറസ്പോണ്ടിങ് ആയിട്ട് +1 ആണോ -1 ആണോ, പ്ലസ് ആണെങ്കിൽ സിംഗിൾ പ്രൈം, മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ പ്രൈം. അത് ഈ ഇതുകളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലോട്ട് പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ C2 ആക്സിസ് നോക്കുക, സിഗ്മ വി പ്ലെയിൻസ് നോക്കുക, അത് കഴിഞ്ഞിട്ട് സെൻട്രോസിമെട്രി ഐ കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പോയിന്റ് ഗ്രൂപ്പ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് in this video we discuss about the representation of point group. We have 2 type of representation, matrix representation and character representation.
Then what we are used to generate the representation are known as basis of representation, and we can easily find out the character representation by using a simple equation, that is number of atom unshifted into character of the general matrix, that is 3 into 3 matrix for symmetry operation. Then we find out the Mulliken notation for irreducible representation.